നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. ബ്രസീലിയൻ ദമ്പതികൾ വിഴുങ്ങിയത് 16 കോടിയുടെ കൊക്കൈൻ. മയക്കുമരുന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങി കടത്തിക്കൊണ്ടുവന്ന ബ്രസീലിയൻ ദമ്പതിമാരിൽ നിന്നും കണ്ടെടുത്തത് 163 ഗുളികകൾ കൊക്കൈൻ ആണെന്നും DRI സ്ഥിരീകരിച്ചു. രണ്ടുപേരും ചേർന്ന് മൊത്തം 1670 ഗ്രാം കൊക്കൈനാണ് കടത്തിക്കൊണ്ടുവന്നത്. ഇതിന് 16 കോടി രൂപ വില വരും. വെള്ളിയാഴ്ച എമിറേറ്റ്സ് എയർലൈൻസ് വിമാനത്തിൽ ദുബായ് വഴി എത്തിയ ബ്രസീൽ സ്വദേശികളായ ലൂക്കാസ് ബാറ്റിസ്റ്റ, ഭാര്യ ബ്രൂണ ഗബ്രിയൽ എന്നിവരാണ് കൊക്കൈൻ വിഴുങ്ങി കടത്തിക്കൊണ്ടുവന്നത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് DRI ഉദ്യോഗസ്ഥർ കൊച്ചി വിമാനത്താവളത്തിലെത്തി ഇവരെ പിടികൂടുകയായിരുന്നു. ഏറെ അപകടകരമായ രീതിയിലുള്ള ലഹരി കടത്താണിത്. ശരീരത്തിനുള്ളിൽ വെച്ച് ഈ ക്യാപ്സ്യൂളുകൾ പൊട്ടിയാൽ മരണം വരെ സംഭവിച്ചേക്കാം. മയക്കുമരുന്ന് ഗുളികകളുടെ പുറത്ത് പ്ലാസ്റ്റിക് ആവരണമുണ്ട്. അതിനാൽ ഇത് വയറ്റിൽ എത്തിയാലും പൊട്ടാനിടയില്ല. ഈ ധൈര്യത്തിലാണ് മയക്കുമരുന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങി കടത്തുന്നത്. പിടിയിലായ യുവതി ഗർഭിണിയുമാണ്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ച പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി നൽകി വയറിളക്കി മയക്കുമരുന്ന് ഗുളികകൾ സ്വാഭാവികമായി പുറത്തെടുക്കുകയായിരുന്നു. ജനിച്ചയുടനെ ആൺകുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്ന് മാതാപിതാക്കൾ. ഓടുന്ന ബസ്സിൽ ജനിച്ച ആൺകുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു മാതാപിതാക്കൾ. മഹാരാഷ്ട്രയിലെ പ്രഭാനിയിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് സ്ലീപ്പർ ബസ്സിലായിരുന്നു സംഭവം. തുടർന്ന് ഋതിക എന്ന യുവതിയെയും അവരുടെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന യുവാവിനെയും സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ തുണിയിൽ പൊതിഞ്ഞ് എറിയുകയായിരുന്നു. എന്തോ ഒന്ന് പുറത്തേക്ക് വീഴുന്നത് ശ്രദ്ധിച്ച ബസ് ഡ്രൈവർ അപ്പോൾ തന്നെ കാര്യം അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഭാര്യ ഛർദ്ദിച്ചതാണെന്നാണ് ഋതികയുടെ കൂടെ ഉണ്ടായിരുന്ന അൽത്താഫ് എന്ന യുവാവ് പറഞ്ഞത്. പിന്നീട് റോഡിൽ വീണ് കിടക്കുന്ന കുഞ്ഞിനെ ഒരു വഴിയാത്രക്കാരനാണ് കണ്ടത്. അയാൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി, പക്ഷേ കുട്ടി മരിച്ചിരുന്നു. സംഭവത്തിൽ ഋതികയെയും അൽത്താഫിനെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കുട്ടിയെ വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് വലിച്ചെറിഞ്ഞത് എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഇരുവരും പൂനെയിൽ 1.5 വർഷമായി ഒരുമിച്ച് കഴിയുകയാണെന്നും വിവാഹിതരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു തെളിവും അവരുടെ പക്കൽ ഇല്ലെന്നും പോലീസ് പറഞ്ഞു. പ്രാഥമികമായി ചോദ്യം ചെയ്യലിന് ശേഷം യുവതിയെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തെരുവിൽ നേരിട്ട മാനസിക പീഡനത്തിൽ പകച്ചു നിൽക്കാതെ യുവാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കുട്ടികൾ. കാമവറിയനായ യുവാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സ്കൂൾ യൂണിഫോമിൽ നാദാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു നീങ്ങി മിടുമിടുക്കികളായ പെൺകുട്ടികൾ. ഒടുവിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ചെക്യാട് പുളിയാവ് സ്വദേശി യുവാവ് അറസ്റ്റ്. വിദ്യാലയങ്ങളിലും സമൂഹത്തിലും നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളുടെ വിജയമാണ് വിദ്യാർത്ഥിനികളുടെ ഈ ചെറുത്തുനിൽപ്പ് നൽകുന്ന സൂചന. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് നേരെയായിരുന്നു നഗ്നതാ പ്രദർശനം. പുളിയാവ് സ്വദേശി അനസിനെതിരെ പോലീസ് പോക്സോ വകുപ്പ് ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ നാദാപുരം സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ നിയമ നടപടി തുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന അനുഭവങ്ങൾ ഉണ്ടായതായി മേഖലയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും പറയുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ വീട്ടുമ്മയെ ആക്രമിച്ച് പണവും സ്വർണവും കവർന്നു. പൊത്തപ്പാറ സ്വദേശി ജയന്തിയെയാണ് മോഷ്ടാവ് ആക്രമിച്ചത്. തിങ്കളാഴ്ച രാത്രി 7 മണി. പുറത്ത് ശക്തമായ മഴ. പൊത്തപ്പാറ കുരിശുപള്ളിക്ക് സമീപം വളയൽ വീട്ടിൽ ബാബുവിന്റെ ഭാര്യ ജയന്തി ഒറ്റയ്ക്കായിരുന്നു. അടുക്കളയിൽ അത്താഴം പാകം ചെയ്യുന്നതിനിടെയാണ് വാതിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം ജയന്തി കേട്ടത്. പിന്നാലെ മഴക്കോട്ട് കൊണ്ട് ശരീരം മൂടിയ ആൾരൂപം വീടിനകത്തേക്ക് പ്രവേശിച്ചു. 2 കണ്ണുകൾ മാത്രം കാണാവുന്ന തരത്തിലുള്ള രൂപം. കയ്യിലുണ്ടായിരുന്ന കത്തി ജയന്തിയുടെ നേർക്ക് വീശി. പണവും സ്വർണവും എവിടെയെന്ന് ചോദ്യം. കാണിച്ചു തന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി. കത്തി കഴുത്തിൽ വെച്ചതോടെ ജയന്തി കുതിരയോടി അടുത്ത മുറിയിൽ കയറി വാതിലടച്ചു. ആ സമയത്ത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 3 പവൻ മാലയും ആശുപത്രി ആവശ്യങ്ങൾക്കായി ലോൺ എടുത്ത 45,000 രൂപയും മോഷ്ടാവ് കൊണ്ടുപോയി. അലമാരിയിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ ആരോപണവുമായി ഷെറിന്റെ സഹതടവുകാരി. ഷെറിൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ അടുപ്പക്കാരിയായിരുന്നു എന്നും ഷെറിന് കൊടുത്ത വാക്കു പാലിക്കാനായിരിക്കാം ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതെന്നും തളിക്കുളം സ്വദേശി സുനിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ ഇടപെടലിലാണ് മന്ത്രിസഭ തീരുമാനമുണ്ടായത്. ഷെറിനുമായി ജയിൽ DIG പ്രദീപിനും വഴിവിട്ട ബന്ധമുണ്ട്.
ജയിലിൽ ഷെറിന് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രത്യേക വസ്ത്രങ്ങളും ഭക്ഷണവും മേക്കപ്പ് കിറ്റും ഉണ്ടായിരുന്നു. ഗവർണറെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഉപദേശക സമിതി നൽകിയത്. ഷെറിന്റെ മോചനത്തിനെതിരെ കോടതിയെ സമീപിക്കും. 6 മാസം മുൻപ് കണ്ണൂർ ജയിലിൽ വെച്ച് വിദേശ തടവുകാരിയെ ഷെറിനെ ആക്രമിച്ചിരുന്നു. അത്തരം കേസിൽ ഉൾപ്പെട്ട ഒരാളെയാണ് മോചിപ്പിക്കുന്നത്. ആ അക്രമ സംഭവത്തിലും ഷെറിനോടൊപ്പമായിരുന്നു ജയിൽ അധികാരികൾ. ഷെറിന്റെ അടിയേറ്റയാളെയാണ് ജയിൽ മാറ്റിയതെന്നും സുനിത പറഞ്ഞു. കായിക ലോകം. ഇംഗ്ലണ്ടിന് കനത്ത തിരിച്ചടി. ലോർഡ്സിൽ ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയം നേടിയിട്ടും ഇംഗ്ലണ്ട് ടീമിന് തിരിച്ചടി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇംഗ്ലണ്ടിന്റെ 2 പോയിന്റ് കുറയ്ക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തീരുമാനിച്ചു. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിലാണ് നടപടി. ഇംഗ്ലണ്ട് ടീമിന് ഒന്നടങ്കം മാച്ച് ഫീസിന്റെ 10% പിഴയും ചുമത്തിയിട്ടുണ്ട്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നിബന്ധനകളിലെ ആർട്ടിക്കിൾ 16, 11, 2 പ്രകാരമാണ് പിഴ ചുമത്തിയത്. ഓവർ നിരക്കിന്റെ കാര്യം എമിറേറ്റ്സ് ICC എലൈറ്റ് പാനലിന്റെ മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സൺ സ്ഥിരീകരിച്ചിരുന്നു. നിശ്ചിത സമയത്ത് ഇംഗ്ലണ്ട് 2 ഓവറുകൾ കുറവാണ് ബൗൾ ചെയ്തിരുന്നതെന്നാണ് കണ്ടെത്തൽ. ഇതോടെ ഇംഗ്ലണ്ടിന്റെ പോയിന്റ് 24-ൽ നിന്ന് 22 കുറഞ്ഞു. ഇത് അവരുടെ പോയിന്റ് ശതമാനത്തെയും ബാധിച്ചു. 66.67% നിന്ന് ഇംഗ്ലണ്ടിന്റെ പോയിന്റ് ശതമാനം 61.11 കുറഞ്ഞു. ഇതോടെ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയക്ക് പിന്നിൽ രണ്ടാമതായിരുന്ന ഇംഗ്ലണ്ട് 3ാം സ്ഥാനത്തേക്ക് വീണു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. നെല്ലിക്ക പതിവായി കഴിക്കുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ. പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ആയുർവേദത്തിൽ മരുന്ന് തയ്യാറാക്കുമ്പോൾ അതിൽ ഏറെ പ്രാധാന്യത്തോടെ ചേർക്കുന്ന ഒന്നാണ് നെല്ലിക്ക. കണ്ണിനും തൊലിക്കും മുടിക്കും എല്ലിനും എന്ന് വേണ്ട പലവിധ ആരോഗ്യ ഗുണങ്ങളാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഗാലിക് ആസിഡ്, ഗലോട്ടിനിൻ, എലജിക് ആസിഡ്, കോറിലാജിൻ എന്നിവ പ്രമേഹരോഗത്തെ തടയുന്നതിന് ഏറെ ഗുണകരമാണ്. അതിനാൽ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിനും അത് ഏറെ സഹായകരമാണ്. വായിലുണ്ടാകുന്ന അൾസർ പോലുള്ള രോഗങ്ങളെ തടയാൻ ഫലവത്തായ ഒരു പ്രകൃതിദത്തമായ മാർഗമാണ് നെല്ലിക്ക. മുടിയിഴകൾക്ക് ബലവും കരുത്തും നൽകുന്നതിന് നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ, നര പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. അതോടൊപ്പം ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും നെല്ലിക്ക സഹായിക്കുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.